ഓക്കെ, അപ്പോൾ നമ്മുടെ ജൂൺ 2024 ജൂണിലേക്കുള്ള നെറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാല്ലേ. സോ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതായത് നെറ്റ് എക്സാമിൻ്റെ കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ വന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ബേസിക്കലി നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ഡേറ്റുകളിൽ തുടങ്ങാം അല്ലേ. എന്നാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്, എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ള ഡേറ്റോടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സോ ആപ്ലിക്കേഷൻ ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഏപ്രിൽ 20 നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മെയ് 10 വരെ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മെയ് 11 മുതൽ 12 വരെയാണ് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് ഫീസ് എങ്ങനെയാണ്? ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1150 തന്നെയാണ്. OBC NCL EWS ഒക്കെ ആണെങ്കിൽ 600, SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 325 രൂപയുമാണ് നമ്മുടെ ഫീസ് വരുന്നത്. കഴിഞ്ഞ വട്ടം സെയിം ഫീസ് തന്നെയായിരുന്നു. ദെൻ കറക്ഷൻ വിൻഡോൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. മെയ് 13 മുതൽ മെയ് 15 വരെയാണ് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക. ഈ കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ നമുക്ക് കറക്ഷൻ വിൻഡോയിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ചില കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റാതില്ല. സോ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നിങ്ങളുടെ മെയിലായിട്ട് കൊടുക്കുമ്പോൾ തെറ്റരുത്. അതേപോലെ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം, നമ്മുടെ ചെവി വിസിബിൾ ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മാക്സിമം മിസ്റ്റേക്ക് ഒഴിവാക്കുക. ആ ഒരു കറക്ഷൻ വിൻഡോൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ദെൻ എന്താണ് എക്സാമിനേഷൻ ഡേറ്റ്, എന്താണ് ഹാൾ ടിക്കറ്റ് വരിക, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല, അപ്പോൾ അറിയിക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ ഭാവിയിൽ നമ്മളെ അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് നോക്കാം. ഈ വട്ടം നമുക്ക് നെറ്റ് എക്സാമിൽ വന്നിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് കണ്ടക്റ്റിലാണ്, മോഡ് ഓഫ് എക്സാമിനേഷനിലാണ് അല്ലേ. അതായത് കഴിഞ്ഞ എക്സാം വരെ നമുക്ക് CBT ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ ഈ വട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് മാറ്റിയിട്ട് OMRലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ PSC എഴുതുന്ന സ്റ്റൈൽ ആ ഒരു വട്ടം കറുപ്പിക്കുന്ന ആ രീതിയിലേക്ക് OMR എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഈ OMRലേക്ക് വന്നതിനുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് കമ്പ്യൂട്ടറിലായിരുന്നപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ റീഡിങ് കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ വായിച്ച് അതിൻ്റെ ആൻസർ കറക്റ്റ് ആക്കാൻ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേണം, നമുക്ക് സ്ക്രോൾ ചെയ്തിട്ടൊക്കെ വേണം അവർ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡിൽ. അത് നമുക്ക് ഈ ഒരു OMR ആയതുകൂടി ആ ഒരു പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട്. ബട്ട് അഡ്വാൻറ്റേജ് മാത്രമായിട്ട് വരില്ലല്ലോ, നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. അതായത് OMRൽ നമുക്കറിയാം കറുപ്പിക്കലാണ്. നിങ്ങളൊന്ന് കറുപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് ശരിയല്ല എന്ന് തോന്നിയാൽ മാറ്റാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് OMRലില്ല. ബട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ മാർക്ക് ഫോർ റിവ്യൂ, ആക്ച്വലി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് കേട്ടോ മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. ബട്ട് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. കാരണം OMRൽ എങ്ങനെയാണ് ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക നമുക്കറിയില്ല. ജസ്റ്റ് എറേഴ്സ് വന്നത് അവരെ ചാൻസ് ഉള്ളൂ. സോ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയപ്പോൾ നമുക്കത് ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ആൻസർ മാറ്റണം തോന്നിയാൽ നമുക്ക് ജസ്റ്റ് അപ്പുറത്തെ ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മാറ്റാൻ പറ്റിയിരുന്നു. സോ അത് ഈ ഒരു OMRൽ പറ്റില്ല. കറുപ്പിക്കുമ്പോൾ ഒന്ന് കറുപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിന് എഡിറ്റ് ചെയ്യാനോ ഒന്നുമില്ല. സോ മേജറായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം അതാണ് OMR ആയി എന്നുള്ളത്. ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതായത് നമുക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇത്രയുള്ള OMRൻ്റെ മെയിൻ ലിമിറ്റേഷൻ. ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് അത് അവൈലബിൾ ആയിരുന്നു. സോ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഉണ്ട്. ദെൻ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊന്നും വന്നിട്ടില്ല. നെഗറ്റീവ് മാർക്കൊന്നും ഈ വട്ടത്തെ എക്സാമിന് ഉണ്ടായിരിക്കില്ല. അതുപോലെ സിലബസിലും ഒരു മാറ്റം വന്നിട്ടില്ല. കഴിഞ്ഞ എക്സാമിൻ്റെ സെയിം സിലബസ് തന്നെയാണ് ഈ വട്ടം. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം അടുത്ത എക്സാം മുതൽ സിലബസിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. കംപ്ലീറ്റ് ആയിട്ട് മാറുന്നല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ അടുത്തൊരു എക്സാമിലൂടെ സിലബസിൽ വരുന്നുണ്ടാവും. സോ കഴിഞ്ഞ എക്സാമിൻ്റെ സെയിം സിലബസാണ് ഈ ഒരു എക്സാമിന് വരിക. മാക്സിമം നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആക്കാൻ നോക്കുക. ആൻഡ് നെറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ബേസിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് ടെലഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാസ് ജോയിൻ ചെയ്യാം. വീഡിയോ ക്ലാസ്സാണ്, ടെലഗ്രാമിലൂടെ ക്ലാസ് കൊടുക്കുന്നുണ്ടാവുക. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്ത് തരുന്നുണ്ടാവും കേട്ടോ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തു തരാം. സോ അതൊക്കെ തന്നെയുള്ളൂ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം സിലബസിൽ മാറ്റം വന്നിട്ടില്ല. ദെൻ നെഗറ്റീവ് മാർക്കില്ല. ബട്ട് മെയിൻ മാറ്റം OMR ആക്കി എന്നുള്ളതാണ്. നമ്മുടെ CBT മാറ്റി OMR ആക്കി. ദെൻ നമ്മുടെ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ, അതായത് എക്സാമിന് നമ്മുടെ റിസൾട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. മുമ്പ് പറഞ്ഞ പോലെ JRF ഉണ്ട്, ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് PhDക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിലൊരു 3rd കാറ്റഗറി ആയിട്ട് PhD അഡ്മിഷൻ മാത്രമായിട്ടുള്ളത് വന്നിട്ടുണ്ട്. സോ അതിനൊന്നും മാറ്റമില്ല. കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പ്രിപ്പറേഷൻസ് ഒന്നും കൂടിയൊക്കെ സ്ട്രോങ് ആക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.